ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. മുളക് കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറിന് അത്രക്ക് രുചിയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്, 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് എല്ലാം നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് സബോളയും വെളുത്തുള്ളിയും ഇഞ്ചും അതുപോലെ വേപ്പിൻ്റെ ഇലയും പെരുംജീരകം എല്ലാതും മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ്. അപ്പം നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളകും പൊടിയാണ്, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം പിന്നെ കാശ്മീരി മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടിയാണ്, അതൊന്ന് ഗ്യാസ് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ വെളുത്തുള്ളി ഒരു 3 നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം ഇഞ്ചി ചെറുതായി പീസാക്കി ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ 3 മുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മളതിലേക്ക് 2 തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഒന്ന് ചെറുതായി വഴറ്റി ശേഷം നമ്മളതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായി വഴന്ന് കിട്ടും. അപ്പം അതിട്ടിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഇട്ടപ്പോൾ അതിൽ വെള്ളം വന്നത് കണ്ടില്ലേ തക്കാളിയിൽ. അപ്പം ഇനി അത് കുഴപ്പമില്ല. ഇനി അതിലേക്ക് സ്വല്പം, അതായത് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വറ്റിയ ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. ചെറുതായി തന്നെ പറ്റിയിട്ടുള്ള, അധികമൊന്നുമില്ല. പാകത്തിന് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളി ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മളത് ആ മിക്സർ ജാറിൽ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും അതിൽ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അത് ഒരു കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉപ്പിൻ്റെ കുറവുണ്ടാന്ന് നോക്കുക. അപ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചാളയാണ് എടുത്തിട്ടുള്ളത്, നല്ല ചാള തന്നെയാണ്, പരിഞ്ഞീനുള്ള ചാളയാണ്. പരിഞ്ഞീനൊന്നും കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം അതൊന്ന് നന്നാക്കി എടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചെറുതായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഈ ഇങ്ങനെ മുളകിട്ടിട്ട് കറി വെക്കുകയാണെങ്കിലും നല്ല രുചിയാണ്. അപ്പം നമ്മൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. മൂടി വെച്ച ശേഷം കറി ഇതാ തുറന്ന് നോക്കാം. കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് തീയൊന്ന് ഓഫ് ചെയ്ത ശേഷമാണ് നമ്മളതിലേക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല കറിയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു സ്വല്പം, അതൊരു 5-8 ഉണ്ടാവും, ചീരമുളക് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ല രുചിയാണ്. പിന്നെ സ്വല്പം വേപ്പിൻ്റെ ഇലയും, വേപ്പിൻ്റെ ഇല തോന ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം ഇളക്കിയിട്ട് മൂടി വെച്ച ശേഷമാണ് നമ്മൾ കറി എടുക്കുന്നത്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രുചി കിട്ടും, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം. അപ്പോൾ അത് കറിയൊക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല രുചിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. മീനും അതുപോലെ തന്നെ നല്ല മീനാണ്, നല്ല ചാളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ല അടിപൊളി കറിയാണ്.
അപ്പൊ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട, ഈ കറി മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാന്. അപ്പൊ നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു കറിയാണ്. നല്ല മീനിന്റെ മേലൊക്കെ നല്ല മുളകൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മള് മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ മത്തി കൊണ്ടുള്ളൊരു കറികള്. ഈ റെസിപ്പി അല്ല, അത് വേറൊരു റെസിപ്പി ആയിട്ടാണ് നമ്മള് കറി വെച്ചിട്ടുള്ളത്. അപ്പൊ വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.